കേരളത്തിന്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുകയാണ് കൊച്ചി ഇൻഫോ പാർക്ക്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിക്ക് കൈമാറാനുള്ള കരാർ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ അഭിമാന പദ്ധതി ഇന്നിങ്ങനെ തല ഉയർത്തി നിൽക്കില്ലായിരുന്നു. അടുത്ത വർഷം അവസാനത്തോടെ 1 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന നിലയിലേക്കാണ് ഇൻഫോ പാർക്ക് വളർന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് ടീകോമിന് കൈമാറില്ലെന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ പിടിവാശി കൊച്ചി ഇൻഫോ പാർക്കിന് കാരണമായി. അന്ന് ടീകോമിന് കൈമാറാനിരുന്ന ഇൻഫോ പാർക്ക് ആകട്ടെ 600-ലധികം കമ്പനികളും 70,000-ലധികം ആളുകൾക്ക് തൊഴിലും നൽകി കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി വളർന്നു കഴിഞ്ഞു. അന്ന് സ്മാർട്ട് സിറ്റിക്ക് കൈമാറാനിരുന്ന ഇൻഫോ പാർക്ക് ആകട്ടെ സ്മാർട്ട് സിറ്റി 10 കൊല്ലം കൊണ്ട് കണ്ട സ്വപ്നത്തിന് മുകളിലേക്ക് വളർന്നു കഴിഞ്ഞു. ഐ ടി അധിഷ്ഠിത കമ്പനികൾക്കായി 2004 ഇൻഫോ പാർക്കിന് തറക്കല്ലിട്ടത്. തുടക്കത്തിൽ 100 ഏക്കറിൽ 4 കമ്പനികൾ മാത്രം. പിന്നീട് വളർച്ച അതിവേഗം. ഇപ്പോൾ 67,000 പേരിലധികം ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. 2025 അവസാനമാകുമ്പോൾ അത് 1 ലക്ഷമായി ഉയരും. കാക്കനാടുള്ള ഇൻഫോ പാർക്ക് ഫേസ് 1ഉം 2ഉം കൂടാതെ കൊരട്ടിയിലും ചേർത്തലയിലും ക്യാമ്പസുകൾ. കാക്കനാട് മാത്രം 87.46 ലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങൾ. കാക്കനാട് 560 കമ്പനികളും കൊരട്ടി ക്യാമ്പസിൽ 58 കമ്പനികളും ചേർത്തലയിൽ 21 കമ്പനികളും ഇൻഫോ പാർക്കിന് കീഴിൽ പ്രവർത്തിക്കുന്നു. കാക്കനാടും സമീപ പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇൻഫോ പാർക്കിനെ ആശ്രയിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കാവുന്ന സാഹചര്യമുണ്ട്. വാടക കൊടുത്തിട്ടാണെങ്കിലും ഒരു നിലയുള്ള 2 നിലയായിട്ട് വാടക കൊടുക്കും, അല്ലെങ്കിൽ വല്ല ഓട്ടോറിക്ഷ തൊഴിൽ എന്നെപ്പോലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലും എല്ലാവർക്കും തൊഴിലുണ്ട്. 2023-24 സാമ്പത്തിക വർഷം മാത്രം ഇൻഫോ പാർക്കിൽ നിന്നുള്ള IT കയറ്റുമതിയിൽ 24.28% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇക്കാലയളവിൽ 11,417 കോടി രൂപ വരുമാനമാണ് കയറ്റുമതിയിലൂടെ ഇൻഫോ പാർക്കിനുണ്ടായത്.